പണ്ട് ഫോട്ടോ എടുക്കുന്നതിനെതിരായിരുന്നു. ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമികമല്ല എന്ന് പറയുമായിരുന്നു. ഹജ്ജിന് പോകാൻ, പാസ്പോർട്ട് എടുക്കാൻ, വിസ എടുക്കാൻ ഫോട്ടോ എടുത്തേ പറ്റൂ എന്ന് വരുമ്പോൾ അത് ഇസ്ലാമികമായി മാറി. നമ്മൾ സംഗീതത്തിനെതിരായിരുന്നു സമൂഹം എന്ന നിലയിൽ. സംഗീതം സാധ്യമാക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തിയപ്പോൾ സംഗീതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. ടി വിക്കെതിരായിരുന്നു, സോഷ്യൽ മീഡിയക്കെതിരായിരുന്നു. ആ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്ന് അനിസ്ലാമിക പ്രഭാഷണങ്ങളെ പറ്റി നമ്മൾ വാദോരാതെ സംസാരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ കാലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം ഓരോ മതവിശ്വാസത്തിൻ്റെ ഭാഗമായ അപ്റ്റുഡേഷനും നടക്കാൻ. അത് നടന്നില്ലെങ്കിൽ നമ്മൾ ഈ സാക്ഷാൽ മാധവിക്കുട്ടി പറയുന്നത് കണക്ക് മരുന്നുകൾ കാലഹരണപ്പെടുന്നത് പോലെ മതങ്ങളും കാലഹരണപ്പെട്ടു പോകും. രണ്ട്, നമ്മൾ സമൂഹം ഏറ്റവും കൂടുതൽ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന, വിഭാഗീയത ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പ്രാകൃതത്വം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് മതപണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആത്യന്തികമായ സമൂഹം അപരിഷ്കൃതമാണെന്ന് പൊതുസമൂഹത്തിന് തോന്നും. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സമുദായം, മുസ്ലിം സമുദായം പ്രാകൃതമാണെന്ന് തോന്നുക മാത്രമല്ല, അവർ കലരുന്നതിനെതിരാണ് എന്ന തോന്നലും മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാകും. അത് സെക്യുലറായ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാകും, അത് മറ്റു മതവിശ്വാസികളായ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കൂടുതൽ വിഭാഗീയത ശക്തിപ്പെടുത്താനുള്ള ഒരു അനുഭവമാക്കി ഇത്തരം പ്രഭാഷണങ്ങളെ മാറ്റുന്നത് അനുചിതമാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യം, ആരോടാണ് നിങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കുന്നത്? ഏത് തലമുറയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി തമ്മിൽ ഇടപെടുന്ന, ഇതൊന്നും തങ്ങളുടെ പ്രിഫറൻസേ അല്ല എന്ന് തിരിച്ചറിയുന്ന, തങ്ങളുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും വ്യക്തിത്വത്തിനും എതിരായി നിൽക്കുന്ന എല്ലാത്തരം പ്രതിസന്ധികളെയും എടുത്തയ്യത്ത് കളയാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരെയാണ്, ജൻസികളെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. നാണക്കേട് തോന്നുമെന്നേ, അവർ നിങ്ങളെ പുച്ഛിക്കുമെന്നേ, അവർ നിങ്ങളെ കൂകുമെന്നേ, നിങ്ങൾക്ക് സമൂഹത്തിൽ വിലയില്ലാതാകുമെന്നേ. അത് സമൂഹത്തിൽ നിങ്ങളുടെ മാത്രം വിലയല്ല, ഒരു സമുദായത്തിൻ്റെ വില ഇല്ലാതാക്കരുത് എന്നുള്ളത് പ്രധാനമാണ്. ഓണം മനുഷ്യരാഘോഷിക്കട്ടെന്നേ, ക്രിസ്മസ് മനുഷ്യരാഘോഷിക്കട്ടെന്നേ, രാഷ്ട്രീയ നേതാക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പൊതു പരിപാടികളിൽ വിളക്ക് കത്തിക്കട്ടെന്നേ. കാരണം അനിസ്ലാമികമെന്ന് പറഞ്ഞതെല്ലാം ഒരു ഘട്ടത്തിൽ ഇസ്ലാമികമാകും എന്നതാണ് ഏതൊരു മതത്തിൻ്റെയും അപ്റ്റുഡേഷൻ്റെ കാരണം. അതുകൊണ്ട് ഓണത്തെ നിങ്ങൾ വെറുതെ വിടുക, ഓണം ആഘോഷിക്കുന്ന മനുഷ്യരെ വെറുതെ വിടുക, ക്രിസ്മസിനെ വെറുതെ വിടുക, ക്രിസ്മസ് ആഘോഷിക്കുന്ന മനുഷ്യരെ വെറുതെ വിടുക. പണ്ട് 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ പറഞ്ഞതുപോലെ, ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു. പിടിച്ചു നിൽക്കണ്ടേ നമുക്ക്?